അപ്പോൾ നമ്മൾ കെമിസ്ട്രി ന്യൂ ചാപ്റ്റർ തുടങ്ങുകയാണ്. ദാറ്റ് ഈസ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിസ്ട്രി 2 ചാപ്റ്ററോടെ നമുക്കുള്ളൂ, അത് നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഏകദേശം സ്പീഡിൽ പോകുന്നത്, കുറച്ച് മാത്സ് ആണ് കുറച്ച് ബാക്കിലുള്ളത്. നമുക്കിത് ഏകദേശം ഇത് കഴിയുമ്പോൾ മാത്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് വാട്ടറാണ് അല്ലേ. നമുക്കറിയാം വെള്ളത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വാട്ടർ? ഈസ് എ പ്രീഷ്യസ് നാച്ചുറൽ റിസോഴ്സ് അല്ലേ. നാച്ചുറൽ റിസോഴ്സ് ആണ്, പ്രകൃതി തന്നെ നമുക്ക് തന്നെ ഒരു വിഭവമാണ് വാട്ടർ എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യനുണ്ടാകാൻ പറ്റിയത് അതെങ്ങനെ കിട്ടുന്നത്? നമുക്ക് വെൽസ് അതിൽ നിന്നൊക്കെയാണ്, നമുക്ക് അണ്ടർഗ്രൗണ്ട് എർത്തിൽ നിന്നാണ് നമുക്ക് തന്നെ കിട്ടുന്നത് അല്ലേ. ഭൂമി തന്നെ നമുക്ക് തന്നെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് നമുക്ക് വാട്ടർ, റിസോഴ്സ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. Do you know that substance of water is the cause of the origin of life on earth? Okay, വാട്ടറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ എർത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, Isn't it interesting that 65% of the body parts of the animals and plants contain water? ഒരു ബോഡിയിൽ, ആനിമൽസിൻ്റെ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ 65% പകുതി കൂടുതലുള്ള പെർസെൻറ്റേജ് എന്താണ്? വാട്ടർ ആണെന്നാണ് പറയപ്പെടുന്നത്. Water is essentially not only for sustaining the life but also for agriculture, industry, energy production and transportation. വെള്ളം ഇതിനെ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്ക് വേണ്ടി ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പല ആവശ്യങ്ങൾക്ക് നമ്മൾ വെള്ളം യൂസ് ചെയ്യും. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയിൽ, എനർജി പ്രൊഡക്ഷൻ, അതേപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് വാട്ടർ ആവശ്യമുണ്ട്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ബോട്ടൊക്കെ പോകുന്നത് വാട്ടറിൽ കൂടെയാണ്, അതാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ ഷിപ്പ്, ബോട്ടൊക്കെ പോകുന്നത്. We use water for different purpose in our day-to-day life. We get water in large amount from different natural resources. Okay, ഇപ്പോൾ വാട്ടർ അവിടെ നിന്ന് കിട്ടും, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? റിവേഴ്സ്, ലേക്സ്, പോൺസ്, വെൽസ്. ഓക്കെ, അവിടെ നിന്നൊക്കെയാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടറിന്. അത് ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെയാണ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ഒരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വാട്ടറിന് 3 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും വാട്ടറിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോളിഡിൻ്റെ രൂപം എന്താണ്? സോളിഡ് എന്ന് വെച്ചാൽ ഗരം, കട്ടിയായിട്ടിരിക്കുന്നത്, ഐസ് അല്ലേ. ഐസ് ആകുമ്പോൾ അതൊരു സോളിഡാണ്. ലിക്വിഡ് ആകുമ്പോൾ വാട്ടർ ആ ഷേപ്പിൽ ലിക്വിഡാണ്. ഈ വാട്ടർ വേപ്പർ ആകുമ്പോൾ സംഭവിക്കും, അത് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ഈ വെള്ളത്തിന് 3 ഫോമിലും ഇരിക്കാൻ പറ്റും. ഓക്കെ, 3 ഫോമിലും അതിന് എക്സിസ്റ്റൻസ് ഉണ്ട്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഈ വെള്ളത്തിന് അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെയിംലി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മളെല്ലാ വീട്ടിലും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വൈകിട്ട് ചായ തിളപ്പിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു അപ്പാരറ്റസ് ആണ് തന്നത്. ജസ്റ്റ് ആ ഫിഗർ നോക്കുക, 17.1 നോക്കുക. ഒരു റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ബോട്ടം ആയിരിക്കുന്ന ഒരു ഫ്ലാസ്ക് ആണ് ചോദിക്കുന്നത്. ഇതാണ് റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ട്. നമ്മുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കുമല്ലോ. അതിൻ്റെ അടിയിൽ നമ്മളൊരു ബർണർ കൊടുത്തിട്ടുണ്ട്, മീൻസ് തീ കത്തിക്കാൻ ഒരു ബർണർ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് നമ്മൾ സ്റ്റാൻഡിലാണ് ഘടിപ്പിച്ചെത്തിയത്. ഓക്കെ, ഇത് ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഘടിപ്പിച്ചെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മീത് നമ്മൾ അടച്ചു വെച്ചേക്കാണ്. ഓക്കെ, കോർക്ക് വെച്ച് അടച്ചു വെച്ചേക്കാണ്. 2 ഓട്ടയുണ്ട്. ഒരു ഓട്ടയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? തെർമോമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണേ? നിങ്ങൾ തെർമോമീറ്റർ യൂസ് ചെയ്യാറുണ്ടാവും. എവിടെ നമ്മൾ ആശുപത്രിയിലൊക്കെ ചെയ്യുന്നത് അല്ലെ, ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത് തെർമോമീറ്റർ യൂസ് ചെയ്ത് എന്താ ചെക്ക് ചെയ്യാൻ? പനി എന്ന് പറയുമ്പോൾ നമ്മുടെ തെർമോമീറ്റർ എടുത്ത് വായിലോ കൈയുടെ അടിയിലൊക്കെ വെക്കും അല്ലേ, എന്താ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ. അപ്പോൾ തെർമോമീറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. അത് നമുക്ക് എന്തുണ്ട്? ഒരു റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അടിയിൽ തീ കത്തുന്നുണ്ട്, ഒരു തെർമോമീറ്റർ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനീഷ്യൽ തെർമോമീറ്റർ റീഡിങ് നോക്കണം. ഓക്കെ, വെള്ളം ചൂടാക്കണതിന് മുമ്പുള്ള തെർമോമീറ്ററിൻ്റെ റീഡിങ് നോക്കാം. തെർമോമീറ്റർ 0 അങ്ങനെ തുടങ്ങിയിട്ടുള്ള റീഡിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തെർമോമീറ്ററിൻ്റെ റീഡിങ് നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ഓക്കെ, ഈ തെർമോമീറ്ററിൻ്റെ ഉള്ളിലൊരു മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറഞ്ഞൊരു ഇതാണുള്ളത്. അപ്പോൾ ഈ ഹീറ്റ് ചെന്നനുസരിച്ച് ഈ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും. ഈ മെർക്കുറി ഇങ്ങനെ മുകളിലേക്ക് ആദ്യം എന്താ ഹീറ്റ് ഒന്നും ഇല്ലെങ്കിൽ അതൊരു ഇനീഷ്യലായിട്ടുള്ള ഇങ്ങനെ സംഭവത്തിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഹീറ്റ് ചെല്ലുമ്പോൾ സംഭവിക്കും, ഈ മെർക്കുറി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്തോരം ഹീറ്റാണോ ചെല്ലുന്നത് അതിനനുസരിച്ച് ഈ മെർക്കുറിനെ എക്സ്പാൻഡ് ചെയ്ത് കയറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പനി നമ്മൾ 100 ഡിഗ്രിക്ക്
ഡിഗ്രിക്കാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ മെർക്കുറി 100 ഡിഗ്രി അല്ലെങ്കിൽ 102 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണേ, ഇത് നല്ല ടെമ്പനി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് തെർമോമീറ്റർ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള റീഡിങ് എടുക്കുക. ഓക്കെ, ഇനീഷ്യൽ ആയിട്ടുള്ള റീഡിങ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫ്ലാസ്ക് ഹീറ്റ് ചെയ്യാൻ തുടങ്ങുക. ഈ ഫ്ലാസ്ക് ബർണർ ഓൺ ചെയ്യുക. ഇപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ തീ എത്തുമ്പോൾ സംഭവിക്കും, ഈ ഇതിൻ്റെ ഉള്ളിലെ വെള്ളം ചൂടാവും അല്ലേ. ചൂടായിട്ട് എന്ത് സംഭവിക്കും, ചൂടായിട്ട് എന്താണ്, അപ്പം നിങ്ങൾക്ക് തെർമോമീറ്ററിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റും, ഇപ്പം ചൂടൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ 0 മെർക്കുറിയുടെ റീഡിംഗ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും അല്ലേ. 0 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഈ പയ്യെ നിങ്ങൾ ഈ ഹീറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഈ തെർമോമീറ്ററിൽ ഇങ്ങനെ ഈ റീഡിങ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഒന്നെടുത്ത് കാണാൻ പറ്റും. ഓക്കെ, ചൂട് കൂടുന്തോറും ഇങ്ങനെ പൊങ്ങി ഒരു പർട്ടിക്കുലർ സ്ഥലത്തുമേ ഈ തെർമോമീറ്റർ റീഡിങ് കൊണ്ട് നിൽക്കും. ഓക്കെ, അതാണ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നമ്മുടെ തെർമോമീറ്ററിന്റെ റീഡിങ് നിൽക്കും. പിന്നെ നമ്മൾ എന്തോരം ചൂട് കൊടുത്താലും എന്താ, ഈ തെർമോമീറ്റർ 100 ഡിഗ്രിക്ക് മുകളിൽ പോവില്ല. ഓക്കെ, അപ്പോൾ ഈ 100 ഡിഗ്രി എപ്പോഴെത്തണേന്ന് അറിയോ, നമ്മുടെ വെള്ളം നല്ലോണം വെട്ടി തിളക്കുന്ന കണ്ടീഷൻ ഇല്ലേ, ബോയിൽ ചെയ്യുന്ന കണ്ടീഷൻ, തിളയ്ക്കുക. ഓക്കെ, നമ്മൾ ചായയൊക്കെ ഇടുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും, നമ്മുടെ അമ്മയൊക്കെ വെള്ളം തിളച്ചിട്ടാണ് ചായപ്പൊടി ഇടുക അല്ലേ. വെള്ളം തിളക്കണ കഴിയുമ്പോൾ ചായപ്പൊടി ഇടുമോ, ഇല്ല. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സ്റ്റേജ് ആ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം എപ്പോഴും ബോയിൽ ചെയ്യുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും വെള്ളം ബോയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തോരം ചൂട് കൊടുത്താലും എന്ത് സംഭവിക്കില്ല, ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മുകളിലേക്ക് പോവില്ല. ഓക്കെ, പിന്നെയുള്ളപ്പോൾ ടെമ്പറേച്ചറൊക്കെ പിന്നെ നമ്മൾ ഹീറ്റൊക്കെ അവിടെ പോകുന്നില്ലായിരിക്കും അല്ലേ. പിന്നെ കൊടുക്കുന്ന ഹീറ്റൊക്കെ എന്തിനാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഈ വെള്ളത്തിനെ വേപ്പറായിട്ട് പോകാനായിട്ടാണ് പിന്നെ കൊടുക്കുന്ന ഹീറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വെള്ളം എന്ത് യൂസ് ചെയ്യും, ഈ 100 ഡിഗ്രി എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. പിന്നെ മുകളിലോട്ട് 110-100 ഡിഗ്രി ഒന്നും ആവില്ല, 100 ഡിഗ്രി തന്നെയായിരിക്കും നിൽക്കുക. പിന്നെ നമ്മൾ എക്സസ് ആയിട്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നൊന്നുമില്ല. നമ്മൾ അപ്പോൾ എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റൊക്കെ എന്തിനു ചെയ്യും, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേപ്പറായി പോകാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മമാരൊക്കെ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കറി അല്ലെങ്കിൽ പാലൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് മറന്നു. ഓക്കെ, അല്ലെങ്കിൽ വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ട് ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ട് വേറെ വല്ല പണിക്ക് പോയി പിന്നെ മറന്നു വന്നു കഴിയുമ്പോൾ പാത്രം കത്തിയിരിക്കണം കാണാൻ പറ്റും അല്ലേ. പാത്രം കത്തുന്നത് എന്തുകൊണ്ടാണ്, ഈ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തിളയ്ക്കും അല്ലേ. കുറേ നേരം എന്താ തിളച്ച് കഴിയുമ്പോൾ സംഭവിക്കും, ഈ വെള്ളമൊക്കെ വേപ്പറായിട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ വേപ്പറായിട്ട് പോയി അടിയിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി നമ്മുടെ പാത്രം പിന്നെ കത്തും. അങ്ങനെയാണ് പാത്രം കത്തുന്നതൊക്കെ. ഓക്കെ, അപ്പം എന്താണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ വന്ന എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനാണ് യൂസ് ചെയ്യുക. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, വെള്ളം എന്ത് ചെയ്യും, വെള്ളം വേപ്പറായിട്ട് പോകും. ഓക്കെ, ഇപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് പിന്നെ കൊടുക്കണ ഹീറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനാണ്. മീൻസ് വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്ന പോയിന്റ് ഇല്ലേ, ആ പോയിന്റാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്. ഓക്കെ, അതിനാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഏതൊരു ലിക്വിഡ് ആയാലും തിളയ്ക്കാൻ തുടങ്ങുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിനെയാണ് ആ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബോയിലിംഗ് വാട്ടറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ലിക്വിഡിനും ഒരേ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു പഞ്ചസാര ഇട്ട വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കില്ല. ഉപ്പിട്ട വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കില്ല. അപ്പോൾ ലിക്വിഡിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം വരും. എല്ലാ ലിക്വിഡും 100 ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റേ ഈ പാഠം പഠിച്ചു അല്ലേ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് കണ്ടു പല ഇതിനും പല ബോയിലിംഗ് പോയിന്റ്. ചിലത് 50 ഡിഗ്രി, മീതേൻ്റെ ഒക്കെ എക്സാമ്പിൾ പഠിച്ചു അല്ലേ. 50 ഡിഗ്രിയിലൊക്കെ ചിലത് എന്താ ബോയിലായിട്ട് വേപ്പറായിട്ട് മാറും. ഓക്കെ, അപ്പം വാട്ടറിൻ്റെ ആണ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിലൊന്നും ചേർക്കാതെ വെറുതെ പച്ചവെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പച്ചവെള്ളത്തിൽ നമ്മൾ വേറെ ആഡ് ചെയ്യാന്നെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് മാറും. ഓക്കെ, boiling point of water is 100 degree Celsius. Okay, once boiling starts, why does the temperature does not rise according even the heat is applied? ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഹീറ്റ് അപ്ലൈ ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഈ 100 ഡിഗ്രിന്ന് മുകളിലേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് 100 ഡിഗ്രിന്ന് മുകളിലേക്ക് പോകാത്തത്? അവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും പിന്നെ നടക്കുക. പിന്നെ ഈ വെള്ളമൊക്കെ വേപ്പറായിട്ട് പോകുന്നതായിരിക്കും നടക്കുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ ആ ടെർമോമീറ്റർ കുറച്ച് പൊക്കി വെച്ചാൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊക്കി വെച്ചാൽ എന്ത് തന്നെ കിട്ടും, നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ വേപ്പം കിട്ടും. കാരണം എന്താ, ആ സ്റ്റീം ഉണ്ട്, ഈ വെള്ളം തിളച്ച് വേപ്പറായിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വേപ്പറിന് എത്ര ഡിഗ്രി സെൽഷ്യസ് തന്നെ ഉണ്ടാവും, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും ആ വേപ്പറിനും ഉള്ളത്.
ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ വേപ്പ് ആവി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളുന്നത്, സ്റ്റീം കൊണ്ട് നമ്മുടെ കൈ പൊള്ളുന്നത് എന്തുകൊണ്ടാണ്, ഈ വേപ്പ് പറഞ്ഞും ആ ടെമ്പറേച്ചർ എക്സസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, അത് പക്ഷേ once water starts boiling, the temperature will not change because all the heat supplied is utilized for change of state. അതാണ് പറയുന്നത്. വെള്ളം ഒരിക്കൽ തിളച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൻ്റെ ടെമ്പറേച്ചർ കൂടില്ല, 110 120 ആവില്ല, 100 ഡിഗ്രി തന്നെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പം പിന്നെ നമ്മൾ എക്സസൈസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റൊക്കെ അവിടെ പോകുന്ന നിങ്ങൾ ആലോചിക്കും അല്ലേ. നമ്മൾ വീണ്ടും തീ കിടത്തിയിട്ടില്ല, തീ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഹീറ്റൊക്കെ എന്ത് ചെയ്യും, വെള്ളം ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് യൂസ് ചെയ്യും. വെള്ളം വേപ്പറായിട്ട് പോകാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് വെച്ചാൽ തിളയ്ക്കണ പോയിന്റ് അല്ലേ. അപ്പോൾ ബോയിൽ ചെയ്യുമ്പോഴാണ് വെള്ളം നീരാവിയായിട്ട് പോവുക. ഓക്കെ, വേറെ എക്സസൈസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റൊക്കെ വെള്ളം എന്ത് യൂസ് ചെയ്യും, വെള്ളം സ്റ്റീമായിട്ട് പോകാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് വീഡിയോ കട്ടായി, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സ്പേസ് തന്നിട്ട് വീഡിയോ കട്ടായത്. കാരണം കുറേ പോർഷൻ ഞാൻ വെറുതെ എടുത്തു വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്നും പറയണമെങ്കിൽ ചില സമയത്ത് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. സ്പേസ് കുറവായിരിക്കും, ഞാൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ സ്പേസ് കഴിയുമ്പോൾ വീഡിയോ കട്ടായി പോകും. ഞാനിങ്ങനെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അതിൽ നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും പറയണം. ഓക്കെ, അതാരും കേട്ടില്ല, ഞാൻ മാത്രം കേട്ടുകൊള്ളൂല്ല. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എക്സസൈസ് കൊടുത്ത ഹീറ്റൊക്കെ വെള്ളം സ്റ്റീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് എടുക്കും അല്ലേ. ഇതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്താണ്, ആ സ്റ്റീമിനും ആ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിനും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വെള്ളം തിളയ്ക്കും. അപ്പോൾ ആ സ്റ്റീമിന് എന്ത് തന്നെ ഉണ്ടാവും, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ സ്റ്റീം ഏറ്റാൽ നമുക്ക് നല്ല സിവിയർ ആയിട്ടുള്ള പൊള്ളലുകൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ കാരണം, ഇപ്പോൾ സ്റ്റീമിനാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ, വെള്ളം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റീമിനാണ് ഹയർ ടെമ്പറേച്ചർ എന്താ ഭയങ്കര ശക്തിയുള്ളത് അല്ലേ. ആ ബോയിലിംഗ് പോയിന്റ് ഒക്കെ നമ്മൾ ആ ഹീറ്റൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നു, സ്റ്റീം ആവാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആവി അടിക്കുമ്പോൾ നമുക്ക് സിവിയർ ആയിട്ടുള്ള പൊള്ളലുകൾ നമുക്ക് ഏൽക്കുന്നത്. ഓക്കെ, ഞാനെന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ നമ്മൾ വേറെ വല്ല വസ്തുക്കളും ചേർത്ത് കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണോ ബോയിൽ ചെയ്യാൻ. ഇപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ ഹീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വെള്ളത്തേക്ക് പഞ്ചസാര കൊടുത്ത് ഹീറ്റ് ചെയ്യുക, അവിടെയും ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പല പല ലിക്വിഡിന് പല പല ബോയിലിംഗ് പോയിന്റാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാട്ടറിനാണ്. വാട്ടറിൽ വല്ല സബ്സ്റ്റൻസ് ആഡ് ചെയ്താലും അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി നമ്മളെന്ന് പറയുന്നത് പ്രഷർ കുക്കറിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും പ്രഷർ കുക്കർ ഉണ്ടാവും അല്ലേ. അമ്മമാരൊക്കെ കുക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്നത്? കുക്കർ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്തിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് പാകപ്പെട്ട് കിട്ടും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ ഡിഗ്രി സെൽഷ്യസ് 120 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കുക്കറിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുതലുണ്ട്, പെട്ടെന്ന് തന്നെ ഭക്ഷണം നമുക്ക് പാകം ചെയ്തെടുക്കാൻ പറ്റും. 120 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുക, കുക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് ഈസിയർ ആയിട്ട് കുറച്ച് ഹയർ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് തന്നെ പാകപ്പെട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെറുതെ വെള്ളത്തിൽ വെച്ച് വേവിക്കുന്ന സാധനം കുക്കറിൽ വെച്ച് വേവിക്കുന്ന സാധനം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് ഒരു മണിക്കൂറിട്ട് വേവുന്ന സാധനം നമ്മൾ കുക്കറിൽ 1/2 മണിക്കൂറിൽ നമുക്കത് വെന്ത് കിട്ടും. കാരണം എന്താ, ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അല്ലേ. 20 ഡിഗ്രി സെൽഷ്യസ് തന്നെ നല്ലൊരു വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രഷർ കുക്കേഴ്സ് യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേവ് കൂടിയ സാധനങ്ങളൊക്കെ നമ്മൾ കുക്കർ യൂസ് ചെയ്തിട്ടാണ് മിക്കവരും കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിന് കാരണം എന്താ, പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ 120 ഡിഗ്രി ആവും. ഞാൻ പറഞ്ഞു വെള്ളം 100 ഡിഗ്രിയിലേ തിളയ്ക്കുള്ളൂ. അപ്പോൾ എന്താ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 120 ഡിഗ്രി ആവുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രഷർ കുക്കർ, അതിൻ്റെ പേര് തന്നെയുണ്ട് പ്രഷർ കുക്കർ. അത് എന്ത് യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നത്, പ്രഷർ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ പ്രഷർ കൂടുമ്പോൾ സംഭവിക്കും, ബോയിലിംഗ് പോയിന്റും കൂടും. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. BP എന്ന് പറഞ്ഞിട്ട് ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബോയിലിംഗ് പോയിന്റിനെ BP എന്നിട്ട് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. അതുകൊണ്ടാണ് കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം 120 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഞാൻ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ബോയിലിംഗ് പോയിന്റിന് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കണം, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും അല്ലേ. അതൊരു റിലേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി എത്തില്ല, 100 ഡിഗ്രിക്ക് താഴെ വെച്ചിട്ട് തിളയ്ക്കാൻ തുടങ്ങും. ഒരു 95 ഡിഗ്രി ഒക്കെ എത്തുന്നെങ്കിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. കാരണം എന്താ, അവിടെ ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും.
ഓക്കെ, അപ്പോൾ പ്രഷറായിട്ടുള്ള റിലേഷൻ മനസ്സിലായല്ലോ. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. അതുകൊണ്ടാണ് കുക്കറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വൈ ഇറ്റ് ഈസ് ഈസിയർ ടു കുക്ക് ഫുഡ് ഇൻ പ്രഷർ കുക്കർ എന്ന് നോക്കി. അപ്പോൾ എന്താ ഉത്തരം എഴുതണ്ടേ? ഇൻ പ്രഷർ കുക്കർ വാട്ടർ ബോയിൽസ് അറ്റ് 120 ഡിഗ്രി ടെമ്പറേച്ചർ. ഓക്കെ, 120 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് കുക്കറിൽ ഫുഡൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇൻ വൈ ഇൻ ഹയർ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ദ ബോയിലിംഗ് പോയിന്റ് ബിക്കം low എന്ന് വയ്ക്കും. അപ്പോൾ എന്താ, ഇൻ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് the pressure decreases. As the pressure decreases, the boiling point also decreases. Okay, അപ്പോൾ നമുക്ക് ബോയിലിംഗ് പോയിന്റ് 95 ഒക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. അതാണ് പ്രഷറായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ആ റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? Does water vaporize only at its boiling point? ഈ വെള്ളം നീരാവിയായിട്ട് വേപ്പർ ആവാൻ തുടങ്ങുന്നത് ഈ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോഴാണോ അല്ലയോ എന്നാണ് ചോദ്യം. ആണോ? അല്ല, വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിനേക്കാൾ മുമ്പേ വേപ്പർ ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചായ എടുക്കുന്ന സ്ഥലത്തില്ല, ചായ എടുക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളൊരു വെള്ളം ഇപ്പോൾ തിളയ്ക്കാനൊക്കെ മുമ്പ് നിങ്ങൾ ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് കൈവച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ആ വേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൈമ തട്ടണം കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അധികം പൊള്ളലേൽക്കില്ല. കാരണം എന്താ, നമുക്ക് അധികം ചൂട് ആ വേപ്പറിന് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ നല്ല എന്താ സണ്ണായിട്ട് നമ്മൾ നല്ലൊരു സണ്ണിൻ്റെ സ്ഥലത്ത് ഈ മതിൽമേന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വേപ്പറായിട്ട് പോകണമെന്ന് പറ്റും. മഴ പെയ്തൊക്കെ ഇരിക്കുകയായിരിക്കും, തലേദിവസം മഴ പെയ്ത് പിറ്റേ ദിവസം വെയിൽ കാണുമ്പോൾ ഈ മതിലിൻ്റെ മുകളിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ വേപ്പറായിട്ട് പോകുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് വേപ്പറായിട്ട് പോകണേ? അല്ല, അവിടെ ചെറിയൊരു ഹീറ്റ് മതി വേപ്പർ. അതേപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ തുണി ഉണക്കാനിടുമ്പോൾ ഈ തുണിമേന്ന് വെള്ളം ഇങ്ങനെ വേപ്പറായിട്ട് പോകണം കാണാൻ പറ്റും. ചിലരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ്? അപ്പോൾ വേപ്പർ ആവാനായിട്ട് വെള്ളം വേപ്പർ ആവാനായിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് എത്തണമെന്നില്ല. 0 തുടങ്ങി 100 ഡിഗ്രിയിൽ എവിടെയെങ്കിലും വരുമ്പോഴും വെള്ളം വേപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ വേപ്പർ സ്റ്റീമായിട്ട് മാറും. സ്റ്റീം ആവുമെന്ന് വെച്ചാൽ കുറച്ചും അപ്പോൾ സ്റ്റീമിൻ്റെ അടുത്തൊന്ന് കൈ വെച്ച് നമ്മൾ കൈ പൊള്ളും. ഓക്കെ, പക്ഷേ വേപ്പറിൻ്റെ അടുത്ത് നമ്മൾ കൈ വയ്ക്കാനായിരിക്കും പൊള്ളലേൽക്കില്ല. അപ്പോൾ സ്റ്റീമായിട്ട് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എന്താണ്, നല്ലൊരു എനർജി കൂടുതലായിരിക്കും സ്റ്റീമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ ബിറ്റ്വീൻ 0 to 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വെള്ളം ലിക്വിഡ് ഫോമിൽ എവിടെ തന്നെ ഇടയിരിക്കുക? 0 to 100 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ വെള്ളം എന്തായിരിക്കും? ലിക്വിഡ് ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, 0 to 100 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലും വെള്ളം എന്തായിരിക്കും? വെള്ളം ലിക്വിഡ് ഫോം ആയിരിക്കും. ഓക്കെ, water exists in liquid form from 0 degree Celsius to 100 degree Celsius. But water changes to vapor at any temperature up to 100 degree Celsius. Okay, വെള്ളം വേപ്പർ ആവാൻ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? 0 തുടങ്ങി 100 ഡിഗ്രി സെൽഷ്യസിന് എവിടെ വെച്ച് വേണമെങ്കിലും ഈ വെള്ളം നീരാവിയായിട്ട് മാറാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ജസ്റ്റ് ആ ഒരു സ്റ്റീം വെള്ളം പുറത്തുനിന്ന് ചൂടായി കഴിയുമ്പോൾ ജസ്റ്റ് വെള്ളം ഇങ്ങനെ സ്റ്റീം പയ്യെ വേപ്പറായിട്ട് ആവാൻ തുടങ്ങും. അപ്പോൾ 0 തുടങ്ങി 100 ഡിഗ്രി അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്, അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താ വേപ്പർ വരാം. അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ നമുക്ക് വേപ്പർ കിട്ടും. എന്താ, ഈ 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേപ്പറൊക്കെ സ്റ്റീമായിട്ട് മാറും. ഇതിൻ്റെ നീരാവിയായിട്ട് എന്താ കുറച്ചുകൂടെ ഫോഴ്സ് കൂടി സ്റ്റീമായിട്ട് മാറും. ഓക്കെ, ഓൺ ഹീറ്റിംഗ് വാട്ടർ ദ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ റൈസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോർ ഇവാപറേഷൻ. അപ്പോൾ ഈ വെള്ളമൊക്കെ നീരാവിയായിട്ട് പോകുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരെന്താണ്? ഇവാപറേഷൻ എന്നാണ് പറയുന്നത്. ഇവാപറേഷൻ കണ്ടൻസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെള്ളം നീരാവിയായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവാപറേഷൻ എന്ന് പറയും. നീരാവി തിരിച്ച് വെള്ളമായിട്ട് വന്നെങ്കിൽ നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവാപറേഷന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹീറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കും, പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സസ് ഹീറ്റൊക്കെ വെള്ളം നീരാവിയായിട്ട് പോകാനായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത്. വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി. നമുക്ക് ചെറിയൊരു പാടാണ്, പയ്യെ പോയാൽ മതി കേട്ടോ. അപ്പോൾ നടന്നു പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറാണ്. അപ്പോൾ കൂടി ഒക്കെ റിലേറ്റഡ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ കൂടി നിർത്തി ഞങ്ങൾക്ക് എന്തോരം സംശയം തോന്നും. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് വായിക്കുക, നോട്ട്സൊക്കെ എഴുതുക. ഓക്കെ, ലെക്ചർ നോട്ട്സ് പോലെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ മനസ്സിലാവുന്ന രീതിയിലൊക്കെ എഴുതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് പേപ്പർ വരുമ്പോൾ നമുക്ക് ഭാരമായിട്ട് മാറും. ഓക്കെ, താങ്ക് യു.